ജപ്പാനിലെ പങ്ക്ച്വാലിറ്റിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഞങ്ങൾ ഈ ധൃതി പിടിച്ചിറങ്ങുന്നത് ഞങ്ങളുടെ ഷിൻകാൻസൻ ട്രെയിൻ മിസ്സാകാണ്ടിരിക്കാനാണ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ക്യോട്ടോ എന്ന് പറയുന്ന മറ്റൊരു സിറ്റിയിലേക്കാണ്. ഇത്രയും ദിവസം നമ്മൾ ടോക്കിയോ പോലൊരു മെഗാ സിറ്റിയിലെ ബിസി ലൈഫാണ് കണ്ടത്. ഹൈലി ഇന്നോവേറ്റീവും ഫ്യൂച്ചറിസ്റ്റിക്കുമാണ് ടോക്കിയോ. ഞങ്ങളിപ്പോൾ ഉള്ളത് ടോക്കിയോ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങളുടെ ബുള്ളറ്റ് ട്രെയിനിനായി വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിനിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ചെക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. യൂഷ്വലി ബുള്ളറ്റ് ട്രെയിൻസ് more than 300 km/h ഒക്കെയാണ് പോകുന്നത്. പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ട്രെയിനിൻ്റെ സ്പീഡ് അറിയാൻ സാധിക്കും. ക്യോട്ടോ എത്താറാവുമ്പോഴേക്കും പുറത്തുള്ള ലാൻഡ്സ്കേപ്പ് പെട്ടെന്ന് ചേഞ്ച് ആകുന്നത് നമുക്ക് കാണാം. ദിസ് ഇസ് ക്യോട്ടോ സ്റ്റേഷൻ. ഞങ്ങൾ എത്തിയ ഉടനെ അവിടെ ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ബുള്ളറ്റ് ട്രെയിൻസിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുത്ത് സ്നോഫോളിൽ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. രണ്ട് ദിവസത്തെ ലഗേജ് എടുത്തിട്ട് ബാക്കി ഹെവി ലഗേജസ് എല്ലാം ഞങ്ങൾ ഈ കോയിൻ ലോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ക്യോട്ടോ സ്റ്റേഷനിൽ തന്നെയാണ് ഈ കോയിൻ ലോക്കർ. ഒരു ക്വിക്ക് ലഞ്ച് എടുത്തതിന് ശേഷം ഞങ്ങളുടെ ലോക്കൽ ട്രെയിൻ മിസ്സാവാണ്ടിരിക്കാനായി ഞങ്ങൾ ഓടുമായിരുന്നു. അയാബോയിലേക്കുള്ള ഈ ലോക്കൽ ട്രെയിനിന്റെ ഇന്റീരിയർ പോലും കണ്ടാൽ അറിയാൻ അത്യാവശ്യം മോഡേൺ ആണ്. അസൈൻഡ് സീറ്റ്സും ഉണ്ട് നമുക്ക്. അയാബെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണിത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ചെറിയ ടൗൺ ആണ് അയാബെ. അയാബയിൽ നിന്ന് ഞങ്ങൾക്ക് ഇച്ചിനോസെ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലേക്കാണ് പോവേണ്ടത്. അയാബയിലേക്കുള്ള അടുത്ത ബസ്സിന്റെ ടൈമിങ്ങും മറ്റും അറിയാനായി ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഇൻഫർമേഷൻ സെന്ററിൽ കയറുകയുണ്ടായി. അവിടെ ഉള്ളവരുടെ വില്ലിംഗ്നെസ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞ് മച്ച് അഡ്മയറിംഗാണ്. അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നാണ് ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് ഇവിടെയാണ്, ഇത്ര ടൈമിനാണ് ബസ് വരിക എന്നൊക്കെ പറഞ്ഞ് വളരെ റെസ്പെക്ടോടു കൂടിയാണ് പുള്ളി നമ്മളോട് സംസാരിച്ചത്. ടിപ്പിക്കൽ ജാപ്പനീസ് വില്ലേജിലാണ് ഞങ്ങളുടെ ഒരു ഹോം സ്റ്റേ, ഒരു ഗസ്റ്റ് ഹൗസ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ ഓണർ ഞങ്ങളെ ഇവിടെ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഐ തിങ്ക് ഒരു 10 kilometers എങ്ങാണ്ടോ ഉണ്ട് ഉള്ളിലോട്ട്. ഇതൊരു ടിപ്പിക്കൽ വില്ലേജ് എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ്. പിന്നെ മോറോവർ ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. നാളെ അവന് 4 വയസ്സാവുകയാണ്. ഇവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാൻ. ഇതാണ് മിസ്റ്റർ യുക്കി. അദ്ദേഹത്തിന്റെ കാറുമായി ഞങ്ങൾക്ക് വേണ്ടി ഇച്ചിനോസെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. കാറിനുള്ളിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയും സ്കൂളിങ്ങിനെ പറ്റിയും മറ്റു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. ഫൈനലി ഞങ്ങൾ യുക്കിയുടെ സ്ഥലത്തെത്തി.
Then we can take the bag. ഒരു ടിപ്പിക്കൽ ജാപ്പനീസ് ഫാമിലിയാണ് യുക്കിയുടേത്. He's so shy. It will take some. ഇനിയുള്ള ഞങ്ങളുടെ 2 ദിവസം യുക്കിയും ഫാമിലിയുടെയും കൂടെയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. Hello.